പ്രൈസ് ദ ലോർഡ്. എൻ്റെ ചെറിയൊരു തോട്ടത്തിലെ ഒരു മുളക് ചെടിയാണിത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഇവൻ്റെ അടുത്തെത്തുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ പറ്റി ഇങ്ങനെ നിന്നാൽ മതിയോ, ഫലമൊന്നും വേണ്ടതെന്ന്. കാരണം ഇവനാണ് ആദ്യം ഇവിടെ വളരാൻ തുടങ്ങിയത്. നല്ല പൊക്കത്തിൽ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്ന് ഇതുവരെ മുളകൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പം നോക്കിയാൽ ചെറിയ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ബൈബിളിലെ ആ ഒരു വചനഭാഗത്തെ ഓർക്കുമായിരുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാവണം, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരാകണം അല്ലേ. അപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരാകണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അതിലും അപ്പുറം കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവുമായി ഉള്ള നമ്മുടെ ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, കർത്താവിനെ കേൾക്കുമ്പോൾ, കർത്താവ് നമ്മളോട് സംസാരിക്കും, നമ്മൾ എന്താ ചെയ്യേണ്ടതിന്, നമ്മുടെ പേർപ്പസിനെ നമുക്ക് റിവീൽ ചെയ്ത് തരും. സ്പെഷ്യലി ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ ആത്മമണാളൻ്റെ സന്നിധിയിൽ നമ്മളും ഉണ്ടാകുമോ എന്നുള്ള ആ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. അതിനുവേണ്ടി നമ്മൾ എത്രമാത്രം ഒരുക്കത്തോടെ ഈ ദിവസങ്ങളിലായിരിക്കണം എന്നുള്ളത്. അപ്പം ഈ ദിവസങ്ങളിൽ കർത്താവ് എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടണം, നമ്മുടെ പർപ്പസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കർത്താവ് പറഞ്ഞു തരും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ. ഹല്ലേലൂയ. നമ്മൾ ദിനവും വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, അതിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും വീണ്ടും നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.